എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവയോ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. എവിടുന്ന് കിട്ടി സാധനത്തെ? കോറിഡോറിൽ നിന്ന് കിട്ടി സർ. അതെയോ? ഇവൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ അസലായിരിക്കും. മൈ ഡാൻസ് മാം. സോറി ഡാൻസ് മാസ്റ്റർ. സോറി എന്തിനാ? പറഞ്ഞത് കറക്റ്റാന്നേ. ഐ ആം ദേവ, മൈക്കിൾ ദേവ. മൈക്കിൾ ജാക്സനും പ്രഭുദേവൻ ചേർന്ന ഞാനാന്നേ. ഓൾറെഡി ഒരു ചാന്തുപൊട്ട് ലുക്കുണ്ട്, ഇനി ഡാൻസറാന്ന് പറയണ്ടല്ലോ. വാട്ട് എ സെക്സി ജോക്ക്. സമയോ അരമണിക്കൂർ വിട്ടെന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു വിടാന്നേ. താങ്ക് യു സർ. ഈ രോഗത്തിന് ഒരു പാർട്ടി മതി. ബൈ. സ്റ്റുഡൻസ് എവരിബഡി ലിസൺ ഹിയർ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ എല്ലാവരും മോർണിംഗ് ഫ്രഷ് ആയി വന്നാൽ 4 പുതിയ സ്റ്റെപ്പ് പഠിപ്പിക്കും. അത് നന്നായി പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആവും. തീന്തരികിടതവും. സോറി എന്തിനാ? ഞാനോട് ഒരു ഡാഷ് തന്നാൽ അക്കൗണ്ട് ലെവൽ ആയി പോകും. ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ഡാഷ് ഡാഷ് ഡാഷ്. Here we come with the youth of the nation. Rock and roll to the rhythm of the season. Rock and roll നമ്മുടെ സമയം കിട്ടും. വരണ കം. ഹലോ. ഇനി നിന്നോടൊപ്പം ഡാൻസ് ചെയ്യണമെന്ന്? നോ, അന്ന് ചെയ്തതിനും ഇപ്പൊ ചെയ്തതിനും വളരെ താങ്ക്സ്. ഞാൻ സംയുക്ത. നിങ്ങൾ സംയു എന്ന് വിളിച്ചോളൂ. ആൻഡ് യു ആർ? അജയ് എന്ന് വിളിക്കാം. നിങ്ങൾ എന്താ ചെയ്യണേ? ചെയ്തത് പറയണോ ചെയ്തോണ്ടിരിക്കുന്നത് പറയണോ? രണ്ടും പറഞ്ഞോളൂ. IAS മെയിൻ കോഴ്സ് ചെയ്തു. പിന്നെ ഇവിടെ ജിമ്മിൽ മാർഷൽ ആർട്സ് പഠിച്ചതിനാൽ ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു. സർപ്രൈസിംഗ് ആണല്ലോ. ഈ IASനും കുങ്ഫു കരാട്ടെ ബോഡി ബിൽഡിങ്ങിനും എന്ത് കണക്ഷൻ? ബ്രെയിനും ബോഡിക്കും കണക്ഷൻ ഉണ്ടല്ലോ. ഉണ്ട്. ഇതും അതുപോലെ തന്നെ. ഓ അതെ. ഞാൻ എന്താ ചെയ്യണേന്ന് അറിയണ്ടേ? പറഞ്ഞാലേ അറിയൂ. എന്നെ ഒരു വലിയ ഡോക്ടർ ആക്കണമെന്നും വലിയ ഹോസ്പിറ്റൽ പണിയണമെന്നും എന്റെ ഡാഡി എത്രയോ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ സ്റ്റഡീസിൽ വീക്കാ. നിന്റെ മാർക്ക് കണ്ട് പേഷ്യന്റ് ആയി കാണും പാവം. എക്സാക്ട്ലി. അതുകൊണ്ടേ US കെട്ടിച്ചു വിടാൻ പോവാ എന്നെ. കൺഗ്രാറ്റ്സ്. പോയിട്ട് വാ. വെയിറ്റ് ഐ ആം കമ്മിങ്. ഇനി 1-2 ദിവസത്തിനുള്ളിൽ ഒരു ഹാൻസം എന്നെ കാണാൻ വരുന്നുണ്ട്. ലക്കി ഗൈ. അല്ല, എന്നെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. നിന്നെ കുറിച്ച് എന്താ ഒന്നും പറയാത്തെ? ഇനി എന്ത് പറയാനാ? നിന്റെ ഡാഡി നീ കളക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്നോ? അതിന് അങ്ങേർക്ക് സ്വപ്നം കാണാൻ സമയം കിട്ടണ്ടേ? അതൊക്കെ പറയാണ്ടിരിക്കുക ഭേദം. ഹലോ, ഞാനാ ജഗദീഷ്. നീയാ ജഗദീഷ്? പതുക്കെ പറയടാ. ആയി നിസ്കരിക്കോ? ഇനി പറ. 100 ഏക്കറോ? എത്രയായാലും ഉടനെ പേരിലാക്കണം. എന്തിനടാ MLA ആൾക്കാര്? ഭായിയുടെ ആൾക്കാരുണ്ടല്ലോ. ഈ വിഷയം ഭായി അറിഞ്ഞാലും ബാലു അറിഞ്ഞാലും കഥ കഴിഞ്ഞത് തന്നെ. അത് കഴിഞ്ഞ് ഫോൺ ചെയ്യേ. ലാൻഡ് ഫോണിൽ ചെയ്യടാ. ബാലുവേടാ, ബാലുവിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഡീലിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. അത് വൈഫിനോട്. അവള് വീട്ടിൽ പോയിരിക്കാ. വന്നില്ല വേറെ കല്യാണം കഴിക്കുന്ന ഭീഷണിപ്പെടുത്തിയതാ. അതോ ഏതെങ്കിലും സെറ്റിൽമെന്റോ? അയ്യോ, ഭായിക്ക് ഞാൻ അളിയൻ. ധർമ്മത്തിന് ഫ്രണ്ട് ഭായ്. റൈറ്റ് നിങ്ങൾ, ലെഫ്റ്റ് ഞാൻ തന്നെയല്ലേ? നോക്ക്, ഭായിയുടെ അളിയനായത് കൊണ്ടല്ല, ചേച്ചിക്ക് നീ സഹോദരനാ. അല്ലെ നീ ജീവിച്ചിരിക്കില്ല. അല്ലെന്നെ പണ്ടേ കൊന്നേനെ. ശരിയല്ലേ? അധിക പ്രസംഗം എന്നോട് വേണ്ട. മേലിൽ മര്യാദ വിട്ടെന്നറിഞ്ഞ എന്തു ചെയ്യുന്നു അപ്പോഴറിയും. അതെ കമ്മീഷണർ. നമസ്കാരം. ബാലു, ബായുണ്ടോ? നിസ്കരിച്ചുകൊണ്ടിരിക്കുക സർ. ഇപ്പൊ വരും.
എന്റെ കമ്മീഷൻ സാറേ, ഈ ഭായി പോലീസിന്റെ മുമ്പിൽ കൂടെ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പോയാലും പിടിക്കില്ലല്ലോ. നിന്നെ പിടിച്ചിട്ടുണ്ടോടാ? ഇവന് തലയുണ്ടെങ്കിലല്ലേ ഹെൽമെറ്റ് വെക്കാൻ പറ്റൂ. ചേച്ചി, കമ്മീഷൻ സാർ വന്നു. ചായ റെഡിയാണോ? ചായയൊക്കെ റെഡി. നീ ടിഫിൻ കഴിച്ചോ? അതിനൊക്കെ സമയമുണ്ടല്ലോ. ഭായ് വന്നിട്ട് ഒപ്പം കഴിക്കാം. കറിക്ക് നുറുക്കിയ കഷ്ണം തിന്നുന്നോ? വിശന്നിട്ടല്ലേ? അതിനാ ടിഫിൻ കഴിക്കാൻ പറഞ്ഞത്. പക്ഷെ നിന്റെ ഭായി കഴിച്ചാലല്ലേ നിന്റെ വയറ് നിറയും. അതെ ചേച്ചി, ആദ്യം എനിക്കും അങ്ങനെയൊക്കെ തോന്നി. പക്ഷെ ഞാൻ കഴിച്ചാലേ എന്റെ വയറ് നിറയും. ഈശ്വരാ. നമസ്തേ ഭായ് സാർ. ഇരിക്കൂ. ഞാൻ വന്നത് താങ്കളോട് ഒരു ഇമ്പോർട്ടന്റ് വിഷയം പറയാനാണ്. എന്താ, സിറ്റി കൺട്രോളിലല്ലേ? താങ്കളുടെ ദൈവമെല്ലാം ഓക്കെ. മനസ്സിലാവും. എല്ലാം അല്ലാഹു അവൻ പറയുന്നു. അതായത് ആ കാശിയുടെ പ്രോബ്ലം കൂടി ഒന്ന് തീർത്തു തരണം. ഞാനൊരു കാര്യം പറയാം മിസ്റ്റർ കമ്മീഷണർ. കാശിയും അൻസാരിയും ചേർന്ന് വലിയൊരു ഡ്രഗ് ബിസിനസ് ചെയ്യും. മറ്റു ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യും. ഒരു കാരണവശാലും കാശിയോട് ക്ഷമിച്ചുകൂടാ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, സിറ്റി ക്ലീൻ ആയനെ. എല്ലാ പ്രശ്നങ്ങളും രക്തത്താൽ കഴുകാൻ പറ്റില്ല. കാശിയെ എപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കമ്മീഷണർ സാർ, ഞാൻ നോക്കിക്കൊള്ളാം. കാശി കാശി അമ്മേ, 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 അമ്മേ. കാശി, ഇനി നിനക്ക് ആരേലും ഉണ്ടോടാ? നമ്മുടെ ഭായിയുടെ അസിസ്റ്റന്റ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇൻഫോർമറായി വർക്ക് ചെയ്തു. ചാരനായി മാറി. ആ ഭായിയെ ജയിലിൽ അയക്കാമെന്ന് എഗ്രിമെന്റും ചെയ്തു. കാശും വാങ്ങി. എന്നിട്ട് ചെയ്തതെന്താ? ആ ബാലുവിനെ കണ്ട് പേടിച്ച് പറിച്ച് സിറ്റിയും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഒളിച്ച് താമസിക്കുക. തെറ്റല്ലടോ. ഈ കാശ് കണ്ടുപിടിച്ചില്ലേ? നീ നിന്റെ പണി ചെയ്തില്ല, ഞാൻ എൻ്റെ പണി ചെയ്തു. ഈ ഡെഡ് ബോഡികൾ കുഴിച്ചിടുവോ കത്തിക്കുവോ ഫോർമാലിറ്റീസ് നിനക്കറിയാലോ. കാശി, എന്നെ എല്ലാരും നീ കൊന്നു. എന്നെ മാത്രം എന്തിനാണ് വെച്ചേക്കുന്നത്? എന്നെ കൂടെ കൊല്ലടാ, കൊന്നേക്ക്. വേണേൽ നിന്നെ ഒരു മുടി പറിക്കുന്ന പോലെ സിമ്പിളായിട്ട് അങ്ങ് തീർക്കാം. അപ്പൊ നീ ഒരു നിമിഷത്തിൽ മരിക്കും. എന്നാൽ നീ മരിച്ചവരെ ഓർത്തോർത്ത് നിമിഷം പ്രതി വിഷമിച്ച് വിഷമിച്ച് മരിക്കണം. എടാ കാശി, കൊന്നേക്കടാ. എടാ കാശി, കൊന്നേക്കടാ, കൊന്നേക്കടാ. എടാ എടാ ഞാനും ഉണ്ടോ? എടാ ആ ബോളിൽ ഇത് തൊടാനെങ്കിലും സമ്മതിക്കടാ. ബോള് വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കൂ സാറേ. വരെ പണിയില്ലേ, മാറിപ്പോ. വെച്ചിട്ടുണ്ട്. നോക്കടാ, ഈ പെണ്ണെന്തിനാ ഇങ്ങോട്ട് വരുന്നു? ഹായ്, ഞാൻ കൂടെ കളിക്കട്ടെ? ഞങ്ങള് പെമ്പിള്ളേരോട് കളിക്കാറില്ലേ? പക്ഷേ ഞാൻ കളിക്കാറുണ്ട്. എന്ന് വെച്ചാ ഞങ്ങള് പെമ്പിള്ളേരാണെന്നോ? അജയ്, ഏതാ ഈ ഏഞ്ചൽ? സംയുക്ത, സംയുന്ന് വിളിക്കും. കുരങ്ങൻ ഏതാ? കുരങ്ങനല്ലേ, ഫാദർ. നിന്റെയാ? ചർച്ചിലെ. നീ ചർച്ചിലെ കാര്യം വിട്, നമുക്ക് കളിക്കാടാ. ശരി ഫാദർ, കളിക്ക്. അങ്ങനെ Come on. അഡ്മിഷനാണ് മുഖ്യം അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞേ? എന്റെ പെങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട്? ഉണ്ടടാ, നിന്റെ പെങ്ങളുടെ അഡ്മിഷൻ എല്ലാം ഓക്കെ. നാളെ പോയി ജോയിൻ ചെയ്യാൻ പറ. എന്താടാ പറയുന്നേ? അവൾ അപ്ലൈ ചെയ്ത് ഞാൻ പഠിച്ച കോളേജിലല്ലടാ. നിന്റെ പെങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല പിന്നെ ആർക്ക് ചെയ്യാനാ? പിന്നെ ഒരു വിഷയമുണ്ട്, ഡൊണേഷന് വേണ്ടി നിന്റെ അമ്മയുടെ മാലൂരി പോക്കറ്റിലിട്ടുണ്ടല്ലേ വന്നത്, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ. താങ്ക്സ് ഡാ. സെന്റിമെന്റ്സ് കളയടാ, ഒരു ഗെയിം കളിക്കാം. കമോൺ. ആഹാ,
തിന്നുന്നെങ്കിൽ ചേച്ചി ഉണ്ടാക്കിയ ബിരിയാണി തന്നെ തിന്നണം. വീട്ടിൽ പോകുമ്പോ നീ പറയണേ, ആ അജയ്ക്കുള്ളത് പാത്രത്തിൽ തന്നുവിടാം. ശരി ആ, ചേച്ചി. എന്തായി അജയുടെ IAS പഠിത്തം കഴിയാറായോ ബാലു? എന്തിനാ ചേച്ചി IAS? ഭായിക്ക് പഠിപ്പുള്ളവരെ വേണ്ട. ഞാൻ എപ്പോഴെങ്കിലും ഭായിയെ കുറിച്ച് പറഞ്ഞാൽ അവർ വേഴ്സ് പോയി കളയും. അജയ് നിന്നെ പോലെയല്ല, പഠിച്ചതിനാൽ അവൻ എല്ലാ അറിവും ഉണ്ട്. അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ചേച്ചി കൂടി അവനെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ബുദ്ധിയുള്ളവർ നല്ല പണി ചെയ്യും. നിന്റെ ഭായി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും, വേഗം പോ. ആ ബാലു, എന്തു പറയുന്നു നിന്റെ ചേച്ചി? ചേച്ചി കൂടി അജയെ സപ്പോർട്ട് ചെയ്യുന്നു ഭായി. നിന്നോട് എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? സ്വന്തം പ്രാണനാരെങ്കിലും ഉപേക്ഷിക്കൂ ഭായി? അതുകൊള്ള. അജയ് നിന്റെ മോനല്ലേ? നിന്നെ പോലെ പിടിവാശി ഉണ്ട് അവനും. എനിക്ക് വരെ നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ. നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ പറഞ്ഞു വിട്ടോ. ഇവിടെ തന്നെ ശരിയാവൂല. എന്തു പറ്റി ശൈല? കാണാൻ ആരോ വന്നിട്ടുണ്ട്.